പൂനെയിൽ 26 വയസ്സുള്ള സ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസിൽ കുറ്റക്കാരനാണെന്ന് ആരോപിക്കപ്പെട്ട ദത്താത്രേയ രാംദാസ് ഖഡെ മുൻപ് പല കേസിൽ പ്രതിയാണെന്നും ജാമ്യത്തിൽ പുറത്തിറങ്ങിയതാണെന്നും പോലീസ്. ബലാത്സംഗത്തെക്കുറിച്ച് യുവതി പരാതി നൽകിയതിനെ തുടർന്ന് നഗരത്തിൽ വ്യാപകമായി തെരച്ചിൽ ആരംഭിച്ചത്. പുലർച്ചെയാണ് നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ സ്വാർഗേറ്റ് ബസ് സ്റ്റാൻഡിൽ ബലാത്സംഗം നടന്നത്. കണ്ടക്ടറാണെന്ന് പറഞ്ഞാണ് പ്രതി യുവതിയെ ആളറിഞ്ഞ് ബസ്സിൽ കയറ്റിയത്. ബസ്സിൽ പക്ഷേ വെളിച്ചമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ യാത്രക്കാരെല്ലാം ഉറങ്ങുകയാണെന്ന് ഇയാൾ മറുപടി നൽകി. തുടർന്ന് ബസ്സിലേക്ക് കയറിയ യുവതി ബസ്സിനകത്തേക്ക് വലിച്ചിട്ട് ബലാത്സംഗം ചെയ്യുകയായിരുന്നു. പിന്നീട് ഇയാൾ സ്ഥലത്തു നിന്നും കടന്നു കളഞ്ഞു. സിസിടിവി ദൃശ്യങ്ങളിൽ പ്രതിയോടൊപ്പം യുവതി ബസ്സിലേക്ക് നടന്നു പോകുന്നത് കണ്ടെത്തിയിരുന്നു. ദൃശ്യങ്ങളിൽ നിന്നാണ് പോലീസ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. ഒളിവിൽ പോയ പ്രതിക്കായി 8 സംഘങ്ങളായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി. ഇയാൾ മോഷണ കേസുകളിലും ക്രിമിനൽ കേസുകളിലും സ്ഥിരം പ്രതിയാണ്. പ്രതിപക്ഷം സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. MCRT ഡിപ്പോ ഓഫീസ് ശിവസേന ഉദ്ധവ് വിഭാഗം പ്രവർത്തകർ അടിച്ചു തകർത്തു. ദേശീയ വനിതാ കമ്മീഷൻ DGPയുടെ അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.